സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാണ് കണ്ണൂർ കൊലുവള്ളി സ്വദേശിക്ക് രാജേഷ് പുതുജീവൻ നൽകിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ ചെറുപുഴയുടെ ആഴങ്ങളിൽ മുങ്ങുമ്പോഴും അയാൾ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. രാജേഷ് ഇനിയും ചില മനുഷ്യരുടെ ഓർമ്മകളിൽ ജീവിക്കും. തെറ്റിവിളെ ആകെ നിശബ്ദമാണ്. ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിൽ ഈ നാട് വിതുമ്പുകയാണ്. വേഗം മടങ്ങി വരുമെന്ന് വാക്കുകൊടുത്ത് ഈ വീടിന്റെ പടി കടന്നുപോയ ഒരാൾ തിരികെ വന്നത് ജീവനറ്റ് നിശബ്ദനായി. ചെറുപുഴയുടെ അക്കരെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഒരു നിലവിളി കേട്ടാണ് രക്ഷാപ്രവർത്തനത്തിനായി രാജേഷും കൂട്ടരും അടങ്ങുന്ന സംഘം അങ്ങോട്ട് നീങ്ങുന്നത്. മരണഭയത്തിൽ പകച്ചുനിന്ന ആ മനുഷ്യനടുത്തേക്ക് കുത്തിയൊലിച്ചൊഴുകുന്ന പുഴയെ വകഞ്ഞുമാറ്റി രാജേഷ് നീന്തി. ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് ഊരിമാറ്റി അയാളെ ധരിപ്പിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. തിരികെ മടങ്ങാനൊരുങ്ങിയവനോട് വിധി തന്റെ ക്രൂരത കാട്ടി. കലിതുള്ളി അലച്ചുതല്ലി ഒഴുകിയ ചെറുപുഴ രാജേഷിനെ തന്റെ ആഴങ്ങളിലേക്ക് കവർന്നെടുത്തു. എങ്ങനെയാണെങ്കിലും അദ്ദേഹം രക്ഷപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹത്തോടടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു, ഒന്നുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല, അദ്ദേഹം ഈ മേഖലയിൽ നീന്തൽ പരിശീലന മേഖലയിൽ അതിവിദഗ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇളയ മകന്റെ വിയോഗമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഇനിയും പുറത്തു വരാത്ത വൃദ്ധരായ അച്ഛനും അമ്മയ്ക്കും മുൻപോട്ടുള്ള ഏക പ്രതീക്ഷയായിരുന്നു മൂത്ത മകൻ രാജേഷ്. വിധി അവനെയും തങ്ങളിൽ നിന്നും അടർത്തി മാറ്റി എന്ന വാർത്തയറിഞ്ഞ് തളർന്നു വീണ ഒരമ്മയുണ്ടിവിടെ. പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുമായി പ്രിയപ്പെട്ടവന്റെ വിയോഗത്തിൽ തകർന്നു പോയവളെ എങ്ങനെ സമാധാനിപ്പിക്കാനാണ്? അപകടമാണെന്ന് പലരും പറഞ്ഞിട്ടും ദുരന്തമുഖത്ത് ഒരാൾക്ക് രക്ഷകനാകുന്നത് തനിക്ക് നൽകുന്ന നിർവൃതി എത്രയെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ലെന്ന് ആ മനുഷ്യൻ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞ ഇതൊക്കെ മതിയാക്കട, ഇതൊക്കെ അപകടം പിടിച്ച പരിപാടിയല്ലേ എന്ന് പറഞ്ഞപ്പോഴില്ല അളിയ, അതൊക്കെ എനിക്ക് ഇതില്ല, പറ്റൂല അളിയ എന്നൊക്കെ പറഞ്ഞാണ് തിരിച്ചൊരു ഒരുപാട് പ്രതീക്ഷിച്ചു. എന്നും പിന്തുടർന്ന പ്രാരാബ്ധങ്ങളിൽ നിന്നും മോചനം നേടി ജപ്തിവക്കിലെത്തി നിൽക്കുന്ന വീടിന്റെ പണി പൂർത്തിയാക്കണമെന്നായിരുന്നു രാജേഷിന്റെ ഏറ്റവും വലിയ മോഹം. അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ചികിത്സാ ചെലവിന് വേണ്ടി കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു. ആ ബാധ്യത തീർക്കാൻ ജപ്തിയുടെ ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ബന്ധുവിൻ്റെ ആധാരം ജാമ്യം വെച്ചാണ് വീട് ജപ്തി ഒഴിവാക്കിയത്. ആ മോഹം ബാക്കി നിർത്തി അയാൾ മടങ്ങുകയാണ്. ദുരന്തമുഖത്ത് രാജേഷിനെ കണ്ടുമുട്ടിയ ഒരാളും ആ മുഖം മറക്കില്ല. കേരളം അയാളെ കണ്ണീരോടെ ഓർക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.